ോട് പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് ആളൂറുണ്ട്. ആളൂറിനൊപ്പമാണ് പി ജി മനു കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ആളൂർ, ഇപ്പോൾ പി ജി മനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് വരുന്നത്. എന്താണ് ഇപ്പോൾ പറയാനാവുക? തീർച്ചയായിട്ടും വന്ദനാദാസ് കേസുമായി ബന്ധപ്പെട്ട് പി ജി മനു ഞാനുമായിട്ട് ഒരുമിച്ച് കൊല്ലത്ത് കേസ് നടത്തുകയായിരുന്നു. അങ്ങനെ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് എത്തുകയും കൊല്ലത്ത് ഒരു വീടുമായി ബന്ധപ്പെട്ട് അവിടെ താമസം ഉറപ്പിക്കുകയും വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് ചെയ്തിരുന്നത്. വളരെ ദുർഭാഗ്യകരമായി പോയി. സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത വസ്തുതകൾ ഇവിടെ ഒരു റിപ്പോർട്ടായി വരികയും ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി മനുവിനെതിരെ വരുന്നുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മാനസികമായ സംഘർഷം ഉണ്ടാവുകയും അങ്ങനെയാണ് ഇന്നലെ രാത്രി ആരും തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. വേറെ 2 ജൂനിയേഴ്സ് കാലത്താണ് എത്തിയത്. അപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടതും ഫോൺ എടുക്കാതെ വന്നതും. അങ്ങനെ നോക്കുമ്പോഴാണ് അദ്ദേഹം സൂയിസൈഡുമായിട്ട് കയറിൽ തൂങ്ങി അവിടെ കിടക്കുന്നതായിട്ട് കണ്ടത്. എന്നെ അപ്പോൾ തന്നെ റിപ്പോർട്ട് അതിനെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ള രീതിയിലാണെങ്കിൽ നമുക്ക് വിരോധമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി നിർപ്പിച്ചു കാണിക്കുകയും പക്ഷേ ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയയോട് കൂടിയുള്ള പ്രതികരണങ്ങളൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം താങ്കൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ കൊല്ലത്ത് വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എന്തായിരിക്കാം പെട്ടെന്ന് ഉണ്ടായിരിക്കുക സംഭവം? എന്തായിരിക്കാം? തീർച്ചയായിട്ടും ആദ്യം ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് സുപ്രീം കോടതി വരെ ജാമ്യം ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ട 59 ദിവസം ജയിലിൽ കിടക്കേണ്ടതായി വന്നു. ആ ഒരു സംഘർഷവും, രണ്ടാമതൊരു കേസ് വന്നാൽ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു മാനസികമായ സംഘർഷവും ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് സൂയിസൈഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ ആ അഭിഭാഷകനും പറഞ്ഞത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിനെ ഫേസ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അവിചാരിതമെന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മാനസികമായ സംഘർഷത്തിൽ പെട്ടുകൊണ്ട് ഈ പറയുന്ന ആത്മഹത്യക്ക് മുതിർന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വൈഫും അമ്മയും അവരുമായി പിറവത്തിലേക്ക് കൊണ്ടുവരും. പിറവത്തുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ ദുർഭാഗ്യകരമായി പോയി. വളരെ ദുഃഖമുണ്ട്. ഈ ദുഃഖം അവരുടെ കുടുംബത്തോടൊപ്പവും അതുപോലെ തന്നെ മറ്റ് അഭിഭാഷകർ, അദ്ദേഹത്തിന് കൂട്ടുകാരെ ഒരുപാട് ആളുകളുണ്ട്. അവരോടുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. ശരി, അഡ്വക്കേറ്റ് ആളൂറാണ് ഘട്ടത്തിൽ പ്രതികരിച്ചത്. പി ജി മനുവിനൊപ്പം അഡ്വക്കേറ്റ് ആളൂറും ജോലി ചെയ്തു വരികയായിരുന്നു. മുൻ സീനിയർ ലീഡറാണ് പി ജി മനു. അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിജീവിതയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ്. കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. അതിന്മേൽ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു. മറ്റൊരു കേസിൽ വാദിക്കാൻ ഒരുങ്ങുന്നു. കൊല്ലത്ത് വീടെടുത്ത് താമസിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഈ ആത്മഹത്യാ വാർത്ത വരുന്നത്.